നമസ്കാരം, ഞാൻ റിനോഷ് കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ് മാനേജിംഗ് ഡയറക്ടർ. വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതിയിലും പരിചയപ്പെടുത്തുന്ന കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിങ്ങിൻ്റെ റൂഫ് ടോക്ക് എന്ന സീരീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അടൂർ വടക്കടത്താവിലുള്ള ജെന്റിലിലെ നിള എന്ന വീടിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ്. ഏകദേശം 2400 സ്ക്വയർ ഫീറ്റിൽ 75 ലക്ഷം രൂപയിൽ തീർത്തിരിക്കുന്ന ഈ വീട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാബ്രിക്കേഷൻ വിസ്മയം തന്നെയാണ്. ഈ വീട് ഒരു ഫാബ്രിക്കേഷൻ വിസ്മയം എന്ന് പറയാൻ കാരണം ഈ വീട് 75% ഫാബ്രിക്കേഷൻ വർക്കും ബാക്കി 25% നമ്മൾ സാധാരണയായി കണ്ടുവന്നിരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ, അതായത് കമ്പി സിമെൻറ്റ്, അതിൻ്റെ ഉപയോഗം 25% മാത്രമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഫാബ്രിക്കേഷൻ വിസ്മയം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സ്ട്രക്ചറൽ ട്യൂബുകളുടെ ഒട്ടനവധി കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഒട്ടനവധി എലമെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു മേജർ വർക്ക് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വീട് മാത്രം എന്നുള്ളതല്ല, ഇതിൻ്റെ നമ്മൾ ഈ കാണുന്ന കോമ്പൗണ്ട് വാള് മുതൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഗേറ്റ്, ഇതെല്ലാം നമ്മൾ ഈ കാണുന്ന ഈ ഗേറ്റ് എന്ന് പറയുമ്പോൾ സ്ലൈഡിങ് ഗേറ്റായിട്ട് യൂസ് ചെയ്യുകയാണ്. സ്ലൈഡിങ് ഗേറ്റിൽ നമ്മൾ 4x2 സ്ക്വയർ ട്യൂബിൽ HPL ലാമിനേറ്റഡ് HPL ഷീറ്റ് ഉപയോഗിച്ച് അതിൻ്റെ കൂടെ തന്നെ ലേസർ കട്ടിങ് സ്ക്വയർ ട്യൂബിൻ്റെ ഫ്രെയിമിൽ ലേസർ കട്ടിങ് സ്പോട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിസൈൻ, ലേസർ കട്ടിങ് നമുക്കറിയാം, ഏത് ഡിസൈനും നമ്മൾ ഒരു കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് ഏത് ഡിസൈന് ഏത് സൈസിൽ വേണമെങ്കിൽ ഏത് തിക്നെസ്സിൽ വേണമെങ്കിലും കിട്ടാവുന്ന ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് സെൻറ്റർ ചെയ്തുകൊണ്ട് രണ്ട് സൈഡും HPL ഷീറ്റിൻ്റെ ഫ്രെയിം, സ്ക്വയർ ട്യൂബിൽ HPL ഷീറ്റിൻ്റെ ഒരു വർക്ക് ചെയ്ത ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വോള് നമ്മൾ വളരെ റെയറായിട്ട് അല്ലെങ്കിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു വോൾസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. ഇത് ശരിക്കും നമ്മൾ ഒരു ഇപ്പം സീ പെർലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സീ പെർലിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വൺ സൈഡ് ഇതുപോലെ ഫ്ലാറ്റും മറു സൈഡിൽ ഓപ്പണുമാണ്. അപ്പം ഇതിൻ്റെ വെയിറ്റ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് വിസിബിളി കാണുന്ന ഈ ഒരു വീതിയിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് സീ പെർലിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സീ പെർലിംഗ്, ഇസ പെർലിംഗ്, ഇങ്ങനെ രണ്ട് സെക്ഷൻ പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതിനെ കൃത്യമായിട്ട് ഗ്യാപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് കോമ്പൗണ്ട് വാള് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ GBയുടെ CNCയുടെ തന്നെ നമ്മളെ ഗേറ്റിൽ കണ്ടിരിക്കുന്ന പോലെ 8 ഇഞ്ച് വീതിയിലുള്ള CNCയിൽ ഡിസൈൻ അതിൻ്റെ ബോർഡറായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ഈ സീ പെർലിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 കൊല്ലം അല്ലെങ്കിൽ ഒരു അടുത്ത തലമുറ ജനറേഷൻ വരുന്ന സമയത്ത് ഈ കോമ്പൗണ്ട് വാളുകൾ വേണ്ട, അല്ലെങ്കിൽ വേറെ ഡിസൈൻ ചെയ്ത് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന കട്ട സിമെൻറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നത് നമുക്കതൊന്ന് റിനോവേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതേസമയം ഈ ഒരു ടൈപ്പ് പ്രൊഡക്റ്റുകളാകുമ്പോൾ ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഇതിനെ തിരിച്ച് റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് റീഡിസൈൻ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ ട്രെൻഡി ആയിട്ട് ഇതിൻ്റെ ഒരു കോമ്പൗണ്ടിങ് വാള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ഇതിൻ്റെ ഒരു പടിപ്പുര വളരെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു പുതിയൊരു കൺസെപ്റ്റ് അനുസരിച്ച് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഒരു പടിപ്പുര. ഇതാണ് ഈ വീടിൻ്റെ ഒരു പടിപ്പുര ഒരു ഡിസൈൻ. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വളരെ ട്രെൻഡി ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു ഡിസൈനിലാണ് ഈ പടിപ്പുര. അതും ഇതുപോലെ തന്നെ സ്ക്വയർ ട്യൂബിൽ 4x2 സ്ക്വയർ ട്യൂബിൽ ജോയിൻ്റ് ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ പടിപ്പുരയിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അത് ഈ ഒരു ഷെയ്ഡിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. അതിൽ ലേസർ കട്ടിങ് ഷീറ്റ്, ഇത് നമുക്കൊരു പാസേജ് നടന്നു കയറാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വണ്ടികൾ കയറാനായിട്ട് വലിയ ലോങ് ഗേറ്റ് വേറെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നെല്ലാം തന്നെ ഇതിൻ്റെ ഒരു സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ഒരു പ്രസൻസ് ഈ വീട്ടിൽ എത്രത്തോളം ഉണ്ടെന്ന് ഈ പുറമേ നിന്ന് തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് ഈ ഒരു. അപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ പറ്റിയും അതിൻ്റെ രീതികളെ പറ്റിയും
കൂടുതലായിട്ട് അറിയുന്നതിനായി ഈ വീടിൻ്റെ ഗൃഹനാഥൻ ജെന്റിലായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക്കേറ്റർ വിമൽ. ഇവരെ രണ്ടുപേരെയും നമുക്ക് പരിചയപ്പെട്ട് അവരോട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായി ചോദിച്ചറിയാം. അപ്പോൾ നമസ്കാരം ജെന്റിലേട്ടാ. നമസ്കാരം. ഇതാണ് ജെന്റിൽ, ഈ വീടിൻ്റെ ഗൃഹനാഥൻ. അതുപോലെ വിമൽ ഇതിൻ്റെ ഫാബ്രിക്കേറ്റർ. ഈ വർക്കിൻ്റെ കംപ്ലീറ്റ് 90% അല്ലെങ്കിൽ 99% വർക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കേറ്ററാണ് വിമൽ. ആദ്യം തന്നെ എനിക്ക് ജെന്റിലായിട്ട് ചോദിക്കാനുള്ളത്, നമ്മൾ നോർമലായി സാധാരണയായി കണ്ടുവന്നിരിക്കുന്ന കട്ട, സിമെന്റ്, മണൽ എന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി സ്റ്റീൽ സ്ട്രക്ചർ നല്ല ഫാബ്രിക്കേറ്റഡ് സെഗ്മെന്റിന് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് നൽകി ഇത്രയധികം വ്യത്യസ്തമായ മെറ്റീരിയൽ ഉൾപ്പെടുത്തി ചെയ്യുവാൻ ഉണ്ടായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്? ഇത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് കോൺക്രീറ്റ് റൂഫുള്ള വീട് തന്നെയാണ് ആദ്യം നമ്മൾ എല്ലാവരുടെ മനസ്സിലും വരുന്നതാണല്ലോ. അങ്ങനെ ചെയ്തു. നമ്മുടെ ലിൻഡൽ വാർപ്പ് വരെയൊക്കെ ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ഇഷ്യൂസ് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഒരു 4 മാസത്തോളം വീടിൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ വീടിന് എങ്ങനെ വേണമെന്നുള്ളൊരു വ്യൂ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ആ ഒരു കൺസ്ട്രക്ഷൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ആ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങളത് സ്റ്റഡി ചെയ്തു എങ്ങനെയാണ്. കാരണം ഞങ്ങൾക്കൊന്നും അറിയാതെയാണ് ഞങ്ങൾ സാധാരണ എല്ലാവരും മെയിൻ ഡോറായിരിക്കും കൊടുക്കുക, കോൺട്രാക്ട് കൊടുക്കുക. ഞങ്ങൾ മതിൽ ഉൾപ്പെടെയാണ് അവർക്ക് കൊടുത്തത്. കാരണം ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ ഫുൾ ഫിനിഷ് ചെയ്ത് കൈ തരണം കൺസെപ്റ്റിലാണ് കൊടുത്തത്. പക്ഷേ ലിൻഡൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്കിങ്ങ് മാറി. അങ്ങനെ ഞങ്ങൾ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിച്ചു എന്താണെന്നുള്ളത്, വീട് എങ്ങനെ വേണമെന്നുള്ളതും. അതുപോലെ ഇത്രയും ലോഡ് കയറുക. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഓപ്പൺനെസ് മാക്സിമം ഓപ്പൺ ഫീൽ ചെയ്യണം. ഇത്രയും വെയിറ്റ് ഉള്ള ഒരു കോൺക്രീറ്റ് റൂഫ് ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇത്രയും ലെന്തിൽ നിൽക്കാൻ പാടാം. ഇപ്പോഴില്ലെങ്കിൽ കുറച്ച് ഫാബികൾ എന്തുണ്ടാവാം, പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാക്കോ അങ്ങനെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു കോൺക്രീറ്റ് ലോഡ് നമ്മുടെ വാളിലേക്ക് വരുമ്പോൾ ഉള്ള പൊട്ടലുകൾ, അത് നാച്ചുറലി ഇപ്പം എല്ലാ വീട്ടിലും പൊട്ടലുണ്ടാവും. ഇതൊക്കെ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കാണ് ഞങ്ങൾ ലൈറ്റ് വെയിറ്റ് റൂഫിങ്. അങ്ങനെയാണ് ഞങ്ങൾ അപ്പം മെയിൻ ഇഷ്യൂ ഫാമിലിന്ന് തന്നെ വന്നത് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഞങ്ങൾ ആദ്യം ഓടാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും. അങ്ങനെ ഞാൻ ഈ ട്രഡീഷണൽ എൻജിനീയേഴ്സുണ്ട്, ട്രഡീഷണൽ ഹോം മേക്കിംഗ് എൻജിനീയേഴ്സ് ഉണ്ട്, ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. ഒരുപാട് ആൾക്കാരെ ഞാൻ 4-5 മാസത്തേക്ക് എനിക്ക് സ്ഥിരം ഇത് തന്നെയായിരുന്നു കൺസൾട്ടേഷൻ. അപ്പോഴാണ് അവർ പറഞ്ഞത് അങ്ങനെ ഇത്രയും ഹൈറ്റിൽ കയറി എന്തില്ല, അങ്ങനെ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാര്യം ഇപ്പം പുതിയ ടെക്നോളജി ഉണ്ടല്ലോ, താഴെ തന്നെ ഡോറ് ബ്രേക്ക് ചെയ്ത് കയറാം. അതൊക്കെ ഉള്ള എന്തിനാ അതൊരു മുകളിൽ കയറുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്തിലേക്ക് വന്നത്, സ്ട്രക്ചറൽ ലൈറ്റ് വെയിറ്റ് റൂഫിങ്. സ്ട്രക്ചർ എന്നല്ല പറയുന്നത്, സ്ട്രക്ചർ അല്ല. എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് റൂഫിങ്. കാരണം വാളിന് ഇത്രയും ഹൈറ്റ്, ഇത്രയും ലോഡ് ബെയർ ചെയ്യരുത്, മാക്സിമം ഓപ്പൺനെസ് എനിക്ക് വേണം. അങ്ങനെ അതാണ് നമ്മളുടെ ബേസിക് പ്ലാൻ. അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ശരിക്കും നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം ഉടൻ തന്നെ, ഇതെല്ലാം ഉടൻ തേക്കാണ്. ഞങ്ങളുടെ തേക്ക്, ഞങ്ങളുടെ ഓൺ തേക്ക് തടി തന്നെയാണ്. ഇതാണ് സീലിംഗ് വന്നിരിക്കുന്നത് WPC PVCയുടെ ലൂവർ സെക്ഷനാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സ്ട്രക്ചർ ചെയ്തിട്ട് അതിനകത്ത് ലൂവർ ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചർ ഡയറക്റ്റ് ചെയ്ത് അടിക്കുകയാണോ അതോ ഡയറക്റ്റ് ക്ലിപ്പ് ചെയ്യുക ചെയ്യുന്നത്? ഓക്കെ. ഇത് സ്ക്വയർ ഫീറ്റ് എന്തോ കോസ്റ്റ്? ഇതിന് സ്ക്വയർ ഫീറ്റ് ഒരു ഷീറ്റ് ഒരു 900 rupees. 900 ഒരു ഷീറ്റ് എന്ന് പറയുന്നത് സൈസ് 1 feet 10 ഒരടി 10 സ്ക്വയർ ഫീറ്റ്. അവിടെ 90 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന. ഓക്കെ. ഫ്രണ്ടിൽ മൾട്ടിവുഡിന്റെ മുഖപ്പ് കൊടുത്ത് UPVC സീലിംഗ്, വുഡൻ പാനൽ ചെയ്ത് വളരെ അത്യാവശ്യം സ്പേഷ്യസ് ആ രീതിയിൽ തന്നെ ഒരു ഇത് ആദ്യം അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്ത് ഈ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. ശരി, ഓക്കെ. അപ്പം ശരിക്കും ഇതിൻ്റെ ഫാബ്രിക്കേഷൻ്റെ വിസ്മയം നടന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഉൾവശം, ഇതിൻ്റെ ഫാബ്രിക്കേഷൻ്റെ എല്ലാ സെഗ്മെൻറ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു തന്നെ പരിചയപ്പെടാം. അപ്പം വിമൽ ശരിക്കും വിമലിൻ്റെ സ്ഥലം എവിടെ? എൻ്റെ സ്ഥലം തൊടുപുഴ. അപ്പോൾ തൊടുപുഴയിൽ നിന്നാണ് അടൂർ വന്ന് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ എത്ര വർഷം ഈ ഒരു ഫീൽഡിൽ? ഞാനൊരു 13 വർഷം വരെ. 13 വർഷമായി ഈ ഒരു എന്താ പ്രധാനമായിട്ട് ഈ ഒരു സെഗ്മെന്റിൽ ചെയ്യുന്ന വർക്കിൽ? അതുപോലെ ഫുൾ കൺസ്ട്രക്ഷൻ ആണോ അതോ റൂഫിംഗ്? എന്താണ്? നമ്മൾ റൂഫിങ്ങിന്റെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്.
റൂഫിങ്, ഗേറ്റ്, ഗ്രില്ല്, മെറ്റൽ വർക്കുകളെല്ലാം ഓക്കെ, അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തത്. 13 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ തൊടുപുഴയിൽ ഇത്രയും ദൂരത്ത് വന്ന് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും വിമൽ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ് ഇതൊരു ഫാബ്രിക്കേഷൻ വിസ്മയമായി തീർത്തിരിക്കുന്ന വീടാണെന്നുള്ളതാണ്. പക്ഷേ എനിക്കിതിൻ്റെ അകത്തോട്ട് കയറി വന്നിട്ട് ഇതിൽ അങ്ങനെ ഒരു ഫാബ്രിക്കേഷൻ വിസ്മയം ശരിക്കും കാണുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഒരു വിസ്മയം എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. പറയാലോ. നമ്മുടെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഫുള്ളായിട്ടും മെറ്റലാണ്. ഫസ്റ്റ് ഫ്ലോർ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു സെക്ഷൻ ഏരിയ, ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് മെറ്റൽ ബേസ് ആണ്. അവ കോൺക്രീറ്റ് ഇല്ല. കോൺക്രീറ്റ് ഇല്ല. അപ്പം എന്താ ചെയ്തേക്കുന്നത്? സ്ട്രക്ചറിൽ നമ്മൾ 5 ഗ്രാൻഡ് ട്യൂബില്. അപ്പൊ ഇത് ഈ കാണുന്നത് സ്ക്വയർ ട്യൂബ് ആണോ? ഇതെല്ലാം ട്യൂബാണ്. ഇതിനെല്ലാം ഫിനിഷിംഗ് കാണുന്നത് കംപ്ലീറ്റ് ട്യൂബുകളാണ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ റൂഫും സ്ട്രക്ചർ വർക്കാണ് സീൽ ചെയ്തെടുത്തേക്കുന്നതെന്നുള്ളൂ. നമ്മുടെ ടോപ്പ് റൂഫ് അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് 5 ഗ്രാൻഡ് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് അതിൽ സപ്പോർട്ട് കൊടുത്ത് വി ബോർഡ് ചെയ്തിരുന്നു. വി ബോർഡ് ചെയ്തു. ഓക്കെ, വി ബോർഡ് ചെയ്ത് അതിന്റെ മേലെ ടൈലും ചെയ്തു. അതിന്റെ മുകളിൽ. അപ്പം ഇതിൽ കോൺക്രീറ്റ് ഇല്ല. ഓ, വാള് മാത്രമാണ് ഇതിന്റെ അകത്ത് സിവിൽ വർക്ക്. ഓക്കെ. അപ്പം അത് തന്നെയാണ് ഇതിന്റെ ഒരു ഫാബ്രിക്കേഷൻ വിസ്മയം. ഇതിൻ്റെ അകത്ത് യാതൊരു വിധമായ കോൺക്രീറ്റുകളോ ഇല്ലാത്ത രീതിയിൽ ഒരു വെയിറ്റ് കുറച്ച് എന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് കാണുന്നത് ഇതെല്ലാം മൾട്ടിവുഡാണ്. ഇതെല്ലാം മൾട്ടിവുഡ്. അത് എനിക്കൊന്ന് പൂജ റൂം. ഓക്കെ, ഫൈൻ. അതിനുശേഷം ഇത് സ്റ്റെയർ. ഇത് പക്ഷേ കൂട്ടാന്ന് ഇത് മെറ്റലല്ലല്ലോ, ഇത് എനിക്ക് തോന്നുന്നു തേക്ക് തന്നെയല്ലേ? ഇതിന്റെ ടോപ്പ് തേക്കാണ്. നമുക്ക് ഈ വരുന്ന ഫ്രെയിമുകൾ മൊത്തം മെറ്റലാണ്. ഇത് 5 ഗ്രാൻഡ് ട്യൂബാണ്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ഇഞ്ച് 10 mm ഫ്ലാറ്റ് ആണ്. 8 ഇഞ്ച് തിക്നെസ്. 8 ഇഞ്ച് തിക്നെസ് അല്ല, വിട്ട്. ഇത് ഈ ബോട്ടം കാണുന്നേ, ഈ ബോട്ടം കാണും. ഓ, അതിൽ ഇത് പൊഴിച്ചിറക്കി വെച്ച് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്തേക്കും. ഓക്കെ 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 ഓക്കെ. എത്ര തിക്നെസ് എത്രയാണെന്ന് പറഞ്ഞത്? 10 mm ഫ്ലാറ്റ് ആണ്. 10 mm ഫ്ലാറ്റ്, 8 ഇഞ്ച് വീതിയുള്ള 10 mm ഫ്ലാറ്റ്, 5 ഗ്രാൻഡ് സ്ക്വയർ ട്യൂബ്. GP നമ്മുടെ നോർമൽ GP സ്ക്വയർ ട്യൂബ്. ഓക്കെ, ഫൈൻ. അതിൽ തേക്കിന്റെ പീസിൽ ഫ്ലാറ്റ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പം അവിടെ ഒരു സ്റ്റീലിന്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. നമുക്ക് ഇവിടെയുള്ള വർക്കുകളിൽ 90% സ്റ്റീലിന്റെ പ്രസൻസ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസിന്റെ വിശേഷങ്ങൾ. അതിന്റെ അകത്ത് 1-2 പ്രത്യേകതകൾ ഇനിയുണ്ട്. ഓക്കെ. നമ്മുടെ ഈ വന്നേക്കുന്ന ലൈൻസ് അത് ഈട്ടിയാണ്. ഇട്ടി എന്ന് പറഞ്ഞാൽ പെയിന്റ് അല്ല, പിന്നെ വുഡ് തന്നെ ഇത് ചെയ്തേക്കുന്നതാണ്. ഓ, ഇത് പൊഴിച്ച് കറക്റ്റ് വുഡ് ഇറക്കി വെച്ചേക്കുന്ന. അങ്ങനെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം പ്രത്യേകം ചെയ്തേക്കുന്നതാണ്. ഓ, അതുപോലെ തന്നെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റിൽ നിൽക്കുന്നതാണ്. അതായത് ഈ ഗ്യാപ്പ്. ഓ, ഓക്കെ. ഇത് ഫുള്ളായിട്ട് ഒറ്റ, അതായത് ഈ 5 ഗ്രാൻഡ് ബേസ് വന്ന് നിൽക്കുന്ന ആ പോയിന്റിൽ മാത്രമാണ് ഈ സ്റ്റെയർ നിൽക്കുന്നത്. അതെ, ഓക്കെ. അപ്പൊ ഇതില് ധൈര്യത്തിൽ നമുക്ക് കയറി നടക്കാം, ധൈര്യമായിട്ട് 100%. ഓക്കെ. അതുപോലെ അതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഒരു സിറ്റിംഗ് പൊസിഷനാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ശരി, ഓക്കെ. ഇത് മൾട്ടിവുഡ് ഫാമിലിയുടെ നല്ലൊരു ഫോട്ടോ ഫ്രെയിം. ഇതും GP തന്നെയാണ്. ഓക്കെ. 3.5 ട്യൂബാണ്. നമ്മുടെ 3.5 ട്യൂബിൽ ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. അതെ. ഇതെല്ലാം മൾട്ടിവുഡിൽ ലേസർ കട്ടിങ്. ഓക്കെ. ഇതൊക്കെ എത്ര മൾട്ടിവുഡില്ല? 12 മൾട്ടിവുഡിൽ ലേസർ കട്ടിങ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം സ്ക്വയർ ട്യൂബ് തന്നെയാണ്. അതെ, എല്ലാം സ്ക്വയർ ട്യൂബ് തന്നെ. ഓ, ഓക്കെ, ഫൈൻ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ. അതെ. ആ ഡൈനിങ് ഏരിയക്ക് ഒന്ന് പക്ഷേ ലിവിങ് സ്പേസ് തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്ത് അത്യാവശ്യം സെറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഓക്കെ, ഒരു ഓപ്പൺ ഏരിയ. അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു ഡൈനിങ്ങിൽ ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ തൊട്ട് 5 ഗ്രാൻഡ് സ്ക്വയർ ട്യൂബാ. എല്ലാ സ്ക്വയർ ട്യൂബാണ്. 5 ഗ്രാൻഡ്. ഈ പോയേക്കുന്നത് 2.1 ട്യൂബാണ് നമ്മൾ ഇടയ്ക്ക് കൊടുത്തേക്കുന്നത്. ഓക്കെ. 5 ഗ്രാൻഡ് തന്നെ 2.1 സ്ക്വയർ ട്യൂബ്. അതായത് നമ്മുടെ ഒരു ട്രഡീഷണൽ മച്ചിന്റെ ഒരു. ഓക്കെ, ഓക്കെ. അപ്പം ഇതിന്റെ മേളിൽ വി ബോർഡ് ഇട്ട് ടൈൽ ചെയ്തേക്കുന്നു. സ്പെഷ്യൽ പശ ഉപയോഗിച്ചിട്ടാണ് ടൈൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇത് ഗ്യാപ്പ് 2x2 തന്നെ. അതെ, 2x2 ഗ്യാപ്പിലാണ് വി ബോർഡ്. എത്ര വി ബോർഡ്? 18 mm. 18 mm വി ബോർഡ്. 8x4 സൈസിന്റെ 18 mm വി ബോർഡ് ഉപയോഗിച്ചിട്ട് ഫ്ലോർ ചെയ്തിരിക്കുകയാണ്. യാതൊരു ശരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇത് വരുമ്പോ ഈ ഒരു പോർഷൻ ഇത്രയും രീതിയിൽ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ട്യൂബ് വർക്കാണ്. ട്യൂബ് വർക്കാണ്. അതിലേക്ക് നമ്മുടെ മൾട്ടിവുഡും
പ്ലൈയും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. സ്ക്വയർ ട്യൂബ് ബേസിൽ പ്ലൈവുഡ് വെച്ച് പൊതിഞ്ഞ് കവർ ചെയ്തേക്കുന്നു. ഇതെല്ലാം മൾട്ടിവുഡ്. ഇത് വരുന്നത് 6 ഇഞ്ച് വീതിക്ക് 10 അടി നീളത്തിലാണ് ഇതിന്റെ സെക്ഷൻ വരുന്നത്. 6 ഇഞ്ച് വീതം. മറ്റേ ഉണ്ടത് 1 അടിയായിരുന്നു, ഇത് 6 ഇഞ്ച് വീതി വരും. ഈ ഒരു പാറ്റേൺ, ഈ ഒരു കളേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഡിസൈൻ, കളർ വേരിയേഷൻ ഉണ്ടാവും. കളർ വേരിയേഷൻ ഡിസൈൻ എല്ലാം ഇത് ഇത് തന്നെ. ഇത് നമ്മൾ എങ്ങനെ സ്ക്രൂ ചെയ്യാനോ അതോ ഇത് സ്ക്രൂ ചെയ്യാനും സാധിക്കും, ഗം ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാനും സാധിക്കും. ഇവിടെ ചെയ്തിരിക്കുന്നത് ഗമ്മിലാണ്, ഗമ്മിൽ ഒട്ടിച്ച് ചെയ്യണം. അപ്പൊ അത് ഇളകി അങ്ങനെയുള്ള സാധ്യതകളൊന്നും വേറെ സപ്പോർട്ടുകളൊന്നുമില്ല, ജസ്റ്റ് ഗമ്മി ചെയ്തേക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതെനിക്ക് വന്ന് ഒരു ചെറിയ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും വിൻഡോയും കാറ്റ് കയറാനും എല്ലാം ചെയ്തിരിക്കുന്ന ഒരു സെക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു വിശേഷം, അല്ല അതിന്റെ ഒരു ഡീറ്റെയിൽ? ഇതെന്ന് പറയുന്നത് മൊത്തത്തില് ഒരു 4 ഗ്രണ്ട് ട്യൂബിന്റെ ഫ്രെയിം ചെയ്തുകൊണ്ട് 16 സ്ക്വയർ കമ്പി തന്നെ നമ്മുടെ MS-ന്റെ സ്ക്വയർ ആഡ് 16 സ്ക്വയർ ആഡ് ചെറിയ ഒരു കർവില് സെറ്റ് ചെയ്തേക്കുന്നു. ഇതെല്ലാം സ്ക്വയർ ട്യൂബാണ്. ഇതെല്ലാം സ്ക്വയർ ട്യൂബാണ്. അപ്പൊ ഈ വിൻഡോയുടെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതെനിക്ക് തോന്നുന്നു അഡീഷണൽ ആയിട്ട് രണ്ടാമത് ചെയ്ത ഒരു സെക്ഷൻ ഏരിയ ആണോ ഇത്? അതെ, ഓക്കെ. ഇത് നമുക്ക് ഔട്ട്സൈഡിലേക്ക് ഒന്ന് ഇറങ്ങി പ്രൈവസി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്ത ഒരു വീടിന്റെ ബാക്ക് സൈഡ് കാറ്റൊക്കെ കൊണ്ടിരിക്കാന്നുള്ളത്. അത് തന്നെ. അപ്പം ഇത് ടൈല് ഇതിൽ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ ആണ്. ഇതിന്റെ ബേസ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ചെയ്തിട്ട് ടൈൽ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഈ സൈഡ് വാളിൽ എന്താ ചെയ്തേക്കുന്നത്? നമ്മൾ ഹൈ സെക്ഷൻ വെച്ചോണ്ട് ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ അടിയിൽ കട്ട കെട്ടി മുട്ടിച്ചേക്കുന്നുള്ളൂ. കാരണം ഒരു ഓപ്പൺ ആയിട്ട് കിടക്കാണ്ടിരിക്കും. അപ്പോഴും അവിടെയും ഒരു സ്റ്റീലിന്റെ പ്രസൻസ് ഉണ്ട്. അതിൽ മേളിൽ വി ബോർഡ് വിരിച്ച് ടൈലിട്ടേക്കുന്നു. അതെ. അപ്പൊ വിമല, നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ വിശേഷങ്ങളൊന്ന് നോക്കാം. എന്തായാലും സ്റ്റെയറിന് ഷെയ്ക്കൊന്നും ഇല്ല. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു വീടിന്റെ ഒരു വ്യൂ ആണ്. അത്യാവശ്യം കാറ്റിനുള്ള വിൻഡോ സെഗ്മെന്റ് എല്ലാം ചെയ്തേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്. ഇത് മെറ്റൽ വിൻഡോ തന്നെയാണ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ 3 വിൻഡോ ഒഴിച്ച് ബാക്കി എല്ലാ വിൻഡോസും മെറ്റലാണ്. എല്ലാം മെറ്റലിൽ തന്നെയാണ്. ഇതാരോ സ്റ്റെയറിന്റെ ഇതെല്ലാം പോയേക്കുന്നത് ഈ പറയുന്ന ഐ സെക്ഷൻ അതോ 5 ഗ്രണ്ടർ ട്യൂബ് തന്നെയാണ് എല്ലാം പോയേക്കുന്നത്. ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുക 5 2.5 14 ഗേജ് ഉപയോഗിച്ചു. 14 ഗേജ് 5 2.5 സ്ക്വയർ ട്യൂബിലാണ് ഇതെല്ലാം ഉപയോഗിച്ചത്. അതായത് ഇത്രയൊരു ലെന്തിൽ വന്നിട്ട് പോലും അതിന് ബെൻഡോ കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത സ്ട്രോങ് ആയിട്ട് തന്നെ അതിലൊരു വി ബോർഡ് കവർ ചെയ്തേക്കുന്നു. വി ബോർഡും സൈഡ് നമ്മുടെ പ്ലൈ ഉപയോഗിച്ച് കവർ ചെയ്ത് വുഡൻ ഫിനിഷ് ആക്കിയേക്കുന്നു. ശരി. പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ലിവിംഗ് ഏരിയ പോലെ ഒരു സോഫയൊക്കെ. ഓക്കെ. നമ്മുടെ നമ്മുടെ വീടിന്റെ ആകെ മൊത്തം ഒരു കോൺക്രീറ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പോർഷൻ മാത്രമാണ്, ഈ 2 സ്പേസ് മാത്രം. അതെന്താ ഈ ഒരു പോർഷന്? ഇതിന്റെ താഴെ ഒരു ബാത്റൂം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ താഴത്തെ ഒരു കോമൺ ബെഡ്റൂം വരുന്നതിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്നത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ശരി. അപ്പൊ അത് ഇത് രണ്ടും കോൺക്രീറ്റ് വന്നു. അപ്പൊ ആ സ്പേസ് പോലും ഒരു സോഫയൊക്കെ ഇട്ട് ഒരു ലിവിങ്ങിന് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. ഓക്കെ. അപ്പൊ അവിടുന്ന് വന്നാല് നമ്മള് സ്റ്റെയർ അല്ല, ഈ ഹാൻഡ് റെയിൽസ് ഒക്കെ ഇതെല്ലാം GP ട്യൂബ് തന്നെ. എല്ലാം ട്യൂബ് തന്നെ. മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ MS ട്യൂബ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ ഇത് ഉപയോഗിച്ചൊക്കെ 2 കൊന്ന. ഇത് വുഡ് 2 കൊന്ന 3/4 ഇഞ്ച് ട്യൂബാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. 3/4 ഇഞ്ച് ട്യൂബിലേക്കാണ് ഈ വുഡ് ഫിക്സ് ചെയ്തേക്കുന്നത്. 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബിൽ ഗ്ലാസ് വെച്ച് അതിൽ വുഡ് ഫിക്സ് ചെയ്തേക്കുന്നു. 2 ഇഞ്ച് സ്ക്വയർ കാല്, 2 സ്ക്വയർ കാലയില് വുഡൻ പോസ്റ്റിംഗ് നൽകിയിരിക്കുന്നു. അപ്പൊ വിമല, ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ഫ്ലോർ എന്ന്, അതായത് ഫുൾ ഫാബ്രിക്കേഷനിൽ നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോർ. അതായത് വി ബോർഡിന്റെ മുകളിൽ ടൈല് ലെയിൻ ചെയ്ത് നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോർ. അപ്പൊ എനിക്കൊരു സംശയം, ഈ ഫസ്റ്റ് ഫ്ലോർ റൂം ഒന്നും ഇല്ലേ? ഫസ്റ്റ് ഫ്ലോറിൽ റൂം ഒന്നുമില്ല. ഫസ്റ്റ് ഫ്ലോർ റൂംസ് ഒന്നും ഇല്ല. ഒരു ബാൽക്കണി പോലെ ഒരു ഏരിയ, ഈ ഒരു ഫുൾ ഓപ്പൺ ഏരിയ. ഈ ഏരിയയെ കുറിച്ചൊരു വ്യക്തമായ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന്, സാറിന്റെ വർക്കിന് ഒരു ഓഫീസ് സ്പേസ് പോലെ. പിന്നെ റീഡിംഗ് ഹാബിറ്റ് ഉള്ള ആളാണ്, അതിന്റെ ആണ് ഈ ബുക്ക് ഷെൽഫ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇരുന്ന് വായിക്കുക. സാധാരണ ഫാമിലി ആയിട്ട് ക്ലോസ്ഡ് ആണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കി. അതുപോലെ കൊച്ചിന് പഠിക്കാനുള്ള സ്പേസ് എല്ലാം ഇവിടെ. ഒന്നിനും ഒരു മറ വേണ്ട. അതായത് പുറത്തുനിന്നുള്ള ആർക്കും ഇങ്ങോട്ട് ആക്സസ് ഇല്ല. ശരി. താഴെ 3 ബെഡ്റൂമില് താഴത്തെ കാര്യങ്ങളുള്ളൂ. ഇവിടെ ഫാമിലി ആയിട്ട് ഉള്ള മാത്രം. അതിനുവേണ്ടിയാണ് സാർ ഈ ഒരു
വിൻഡോ ഇത് ഒരു വളരെ വെറൈറ്റി ആയിട്ടല്ലേ പഴയ ഒരു സ്റ്റൈൽ നമ്മുടെ എന്താ കിളിവാതില് അങ്ങനെയല്ലേ അതിന് പറയാ കിളിവാതിൽ. ഓക്കെ, ഇതെല്ലാം സാറിന്റെ ഒരു കൺസെപ്റ്റാ? ഇതൊക്കെ സാറിന്റെ സ്വന്തം കൺസെപ്റ്റ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ട്യൂബ്സും കാസ്റ്റൈൻ്റെ ഗ്രിൽസും ആണ്. ഇതെല്ലാം കാസ്റ്റ് ആൻഡ് ഗ്രിൽസാ. ഓക്കെ, ഈ കാണുന്നതല്ല അല്ല, മറ്റേതെല്ലാം നമ്മുടെ സ്ക്വയർ ട്യൂബ്. 1 ഇഞ്ച് അല്ലേ? 3/4 ഇഞ്ചും 3.5 യൂസ് ചെയ്യുന്നത്. ഫ്രെയിം 3.5 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ അതിമനോഹരമായിട്ട് തന്നെ നല്ലൊരു വർക്ക്, നല്ലൊരു ഏരിയ ഇവിടെയും വേണമെങ്കിൽ അത്യാവശ്യം ഒന്ന് ഇരുന്നുള്ള ഒരു അതാണ് മെയിൻ കൺസെപ്റ്റ് ഇതിന്റെ. ഓക്കെ, ഈ ഒരു ബ്ലൈൻഡിങ് വർക്ക് ഇത് അലുമിനിയത്തിന്റെ വർക്കാണ് ഈ സെന്റർ പോർഷൻ വന്നിരിക്കുന്നത്. ഈ ഫ്രെയിം ഇതെല്ലാം അലുമിനിയം കംപ്ലീറ്റ് അലുമിനിയം ആണ്. ഓക്കെ, ഇത് ഓപ്പണിംഗ് ആണ് ക്ലോസ്ഡ് ആ? ലൂവർ ആണ്, എയർ പാസിംഗ് ഉണ്ടാവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ക്ലോസ്ഡ് ഫീൽ ആണ്, ലൂവർ ടൈപ്പ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്നാ വീടിനകത്ത് ഇത് 2 സൈഡിലും ഒരുപോലെ ഒരേ പാറ്റേൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഒരു ലിൻഡിൽ ലെവലിൽ മേളിലേക്കുള്ള ഭിത്തികൾ ഇത് വി ബോർഡ് തന്നെയാണ്. ഇതിന്റെ മുകളിലോട്ടുള്ളത് വി ബോർഡാണ്. ഇത് ടച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, വി ബോർഡ് നമ്മൾ ഫ്രെയിം അടിച്ച് 8 mm ബോർഡ് അടിച്ചേക്കാം. 10 mm ബോർഡ്, 10 mm ബോർഡ് അടിച്ചേക്കാം. വോൾസിന് സ്ക്വയർ ട്യൂബില് 10 mm ബോർഡ് അടിച്ചേക്കാം. ഉള്ളിൽ ഗ്രില്ല് അടിച്ചുകൊണ്ട് സേഫ്റ്റി പർപ്പസിനുള്ളിൽ ഗ്രില്ല് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വി ബോർഡിന് കവർ ചെയ്തെടുത്തേക്കാണ്. അതുപോലെ ഇതിന്റെ സീലിംഗ് ഈ കാണുന്നതെല്ലാം നമ്മുടെ സ്ക്വയർ ട്യൂബ് സെക്ഷനാണ്. ഇതിന്റെ ഫ്രെയിം വർക്ക് ഫുള്ള് സ്ക്വയർ ട്യൂബ് ആണ്. 3.1 2.1 ഉപയോഗിച്ച് നമ്മൾ ഷിംഗിൾസിന്റെ ഫ്രെയിം വർക്ക് ചെയ്തതിന് ശേഷം 2.1 ഉപയോഗിച്ച് ഫ്രെയിം ചെയ്ത് വി ബോർഡ് അടിച്ച് ഷിംഗിൾസ് ഇട്ടേക്കുന്നതാണ് റൂഫ്. അതിന്റെ അടിയിൽ നമ്മുടെ ജിപ്സം ഉപയോഗിച്ച് സീൽ ചെയ്തെടുത്തേക്കുന്നതാണ്. ഓക്കെ, ജിപ്സം ഉപയോഗിച്ച് സീൽ ചെയ്തെടുത്തേക്കുന്നതാണ്. ഈ ഒരു നമ്മുടെ ഈ വുഡന്റെ വലിയൊരു പീസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് വരെ ജിപ്സമാണ്. ഓക്കെ, ഇത് ജിപ്സോ? ഓക്കെ, അതേ ജിപ്സത്തിൽ തന്നെ പെയിന്റിംഗ് വർക്ക് കൊണ്ട് നമ്മൾ. അതുപോലെ തന്നെ പിന്നെ പറയാം, ഇതൊരു ജ്വാളി വർക്ക് വരുന്നുണ്ടല്ലേ? ഇത് ശരിക്കും റെഡിമെയ്ഡ് ആയിട്ട് ഇയർ സൈസ് വാങ്ങിക്കാൻ കിട്ടുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഓരോ ബ്ലോക്കുകളായിട്ടാണ് ഇത് വരുന്നത്. സെപ്പറേറ്റ് ബ്ലോക്കുകളാണ്. അത് നമ്മൾ ഇതിൽ ചേർത്ത് ഫിക്സ് ചെയ്യും. അതിൽ നമ്മൾ ചേർത്ത് ഫിക്സ് ചെയ്യണം. അവിടുന്ന് പിന്നെ ഈ ഒരു വാൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ. ഇത് ബോർഡാണോ? ഇത് വി ബോർഡാണ്. ഇത് വി ബോർഡാണ്. ഓക്കെ, ഈ ഒരു വാൾ എനിക്ക് ഹിൻഡർ ലെവലിന്റെ മുകളിലോട്ട് ചെയ്തിരിക്കുന്നത് വി ബോർഡാണ്. ഓക്കെ ഓക്കെ, ഈ ഒരു ഏരിയ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ വീടുകളുടെ തട്ടും പുറം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ്. തട്ടുപുറം എന്ന് പറയുമ്പോൾ പഴയ സാധനങ്ങൾ, അങ്ങനെയുള്ള സ്റ്റോറേജ് സ്പേസ് ആവശ്യം നല്ല സ്പേസ് തന്നെ താഴെ ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എയർ വെന്റിലേഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഫുൾ വിൻഡോ, എൻഡ് ടു എൻഡ് വിൻഡോ ആണ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ തുറക്കാം. ഇത് ഈ സൈഡിലെ ഫുൾ ഈ ഇഞ്ചസിലും സിമ്പിൾ ആയിട്ട് തുറക്കാൻ പറ്റും. ഓക്കെ, അത് വലിച്ച് അതിന് ഹുക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം സ്ക്വയർ ട്യൂബ് തന്നെ. ഇതെല്ലാം സ്ക്വയർ ട്യൂബ് ആണ്. 1.5 ഇഞ്ച് സ്ക്വയറും 3.1 ഇത് 1.5 ഇത് ജോയിന്റ് ചെയ്തേക്കാം അല്ലേ? അതെ, 3.1 കിട്ടാൻ പാകത്തിന്, 3 ഇഞ്ച് കിട്ടാൻ പാകത്തിന് സ്ക്വയർ ട്യൂബ് ജോയിൻ ചെയ്ത് 1.5 വളരെ ഭംഗിയായിട്ട് ഒരു ചെറിയ കർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അതേ ഒരു പാറ്റേൺ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതും നമ്മുടെ വി ബോർഡ് തന്നെ, നമ്മുടെ അതിന്റെ സെയിം തന്നെ. ഓക്കെ, അതിൻ്റെ ഒരു കണ്ടീഷൻ ആയിട്ട് ആ സെയിം ഹാൻഡ് റെയിൽ കണ്ടിന്യൂ ഇവിടെ തന്നെ എല്ലാം കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ വീടിന്റെ ഒരു കിച്ചൺ നമ്മൾ എനിക്ക് മറ്റേ ഏരിയയിൽ നിന്ന് സ്റ്റീലിന്റെ ഒരു പ്രസൻസ് അല്പം കുറവുള്ള ഒരു ഏരിയ കിച്ചൺ മാത്രമേ കാണത്തുള്ളൂ മിക്കവാറും. അതെ, ഇവിടെ ഇതിന്റെ റൂഫ് എല്ലാം നമ്മൾ മുമ്പ് ഡൈനിങ്ങിന്റെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരുന്ന സാധനം. ഇതെല്ലാം പ്ലൈവുഡ് തന്നെ, മറൈൻ പ്ലൈവുഡിൽ അക്രിലിക്കിന്റെ ഫിനിഷ്, അക്രിലിക് ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ, അതിൻ്റെ അകത്ത് ഹുഡ് ഹോബ് സിങ്ക് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുൾ ഔട്ട് സാധനങ്ങളെല്ലാം വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുക അല്ലേ? അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ടോൾ യൂണിറ്റും കാണിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസിനായിട്ട് തന്നെ ഒരു ടോൾ യൂണിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ടോൾ യൂണിറ്റും ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ വർക്ക് ഏരിയ ആണ് പറയാനുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വർക്ക് ഏരിയ അല്ലേ? വർക്ക് ഏരിയ എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൻ കിച്ചൺ ഈ സ്റ്റീലിന്റെ പ്രസൻസ് കുറച്ചതിന്റെ കൂടി ചേർത്ത് ആഡ് ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണെന്നല്ലോ. ഇത് കംപ്ലീറ്റ് സ്ക്വയർ ട്യൂബ് അല്ലേ? കംപ്ലീറ്റ് സ്ക്വയർ ട്യൂബ് ആണ്. ഇത് കംപ്ലീറ്റ് സ്ക്വയർ ട്യൂബിൽ തന്നെ ഇത് അതിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇത് മറ്റേ 3 ഇഞ്ച് അര ഇഞ്ച് സ്ക്വയർ ട്യൂബില്
നല്ലൊരു ഡിസൈൻ ചെയ്ത് മോസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കിച്ചൺ ഇത് പക്ഷേ പ്ലൈവുഡ് അല്ല, അലുമിനിയം ആണ്. ഇത് അലുമിനിയം കിച്ചണാണ്. ഓക്കെ, അതിൻ്റെ ലാമിനേഷൻ അല്ലേ. ഇതാണ് ഈ വീടിൻ്റെ ഒരു വർക്ക് ഏരിയ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും അതിൻ്റെ രീതികളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഇനി എനിക്ക് ഇതിൻ്റെ അകത്ത് വിമല ഒരു കാര്യം പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, എന്തായിരുന്നു ഇത്രയും ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റർ ഈ ഒരു സ്ട്രക്ചറൽ വർക്കിൻ്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മേഖല എന്തായിരുന്നു? നമുക്ക് ഈ വർക്ക് വന്ന് കാണുമ്പോൾ സാറ് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നില വേണം, റൂഫിൻ്റെ ടോപ്പ് 25 അടി ഹൈറ്റിൽ തീരണം. അതായത് ഈ ഫ്ലോറിൽ നിന്ന് ടോട്ടൽ ഹൈറ്റ് 25 അടി നിൽക്കണം, അത് കൂടാൻ പാടില്ല, 2 നിലയും വേണം. 2 നിലയും വേണം. എനിക്ക് ഫ്രണ്ടില് 2 റൂഫുകൾ തമ്മിലുള്ള ഗ്യാപ്പ് 3 അടി കിട്ടുമെന്നാണ് വെന്റിലേഷൻ കാണുന്ന കണ്ട. ഓക്കെ, ഇത് അതായിരുന്നു സാറിന്റെ ഏറ്റവും വലിയ ചലഞ്ച്. നമുക്ക് ആ ചലഞ്ച് സക്സസ് ആയോ? സക്സസ് ആയി. അപ്പോൾ ഈ ഫ്ലോർ ഇപ്പോൾ കറക്റ്റ് എത്ര അടിയാണ് ഹൈറ്റ് ഉള്ളത്? 25 അടി എന്നുള്ളത് 25.5 അടിയാണ് ഇപ്പോൾ. 6 ഇഞ്ചും കൂടി കൂട്ടി ആ ചലഞ്ച് സാർ ഒരടി കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞിരുന്നു. നമ്മൾ 6 ഇഞ്ചിൽ ഒതുക്കി. ഓക്കെ, അപ്പം വിമലെ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ ടെക്നിക്കലായിട്ട് നല്ലൊരു രീതിയിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് എൻ്റെ വക പ്രത്യേക ഒരു കൺഗ്രാറ്റ്സ് ഉണ്ട്. വീണ്ടും ഇതുപോലുള്ള വർക്കുകൾ ലഭിക്കട്ടെ. അതിൻ്റെ ഭാഗമാകാൻ കോട്ടക്കൽ സ്റ്റീൽസിനും അവസരം കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ശരി. അപ്പോൾ ഇനി നമുക്ക് ഈ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ജെന്റിലേട്ടനെ പരിചയം, അവരുടെ ഫുൾ ഫാമിലിയെ നമുക്ക് ഇനി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ജെന്റിലേട്ട വളരെ ഭംഗിയായിട്ട് നല്ലൊരു കൺസെപ്റ്റ്, വളരെ വ്യത്യസ്തമായ നല്ലൊരു കൺസെപ്റ്റിൽ നല്ല രീതിയിൽ അത്യാവശ്യം സ്പേസ് വളരെയധികം യൂട്ടിലൈസ് ചെയ്ത് ഒരു വീട് നിർമ്മിച്ചിരിക്കുകയാണ്. എന്താണ് ജെന്റിലേട്ടൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ്? ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോനും ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 3 ആണ് ഇതിന്റെ എഞ്ചിനീയർ എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു എഞ്ചിനീയർ ടീം ഇല്ല. ശരിക്കും ഇതിന് അങ്ങനെ ഒരു എഞ്ചിനീയർ ഇല്ല. ഓക്കെ, ഇല്ല, ഇതിന് അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ടീം ഇല്ല. ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ എന്താ പറയുന്ന ഇത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഫുൾ ഞങ്ങൾ കൊടുത്തു. പിന്നെ അത് ബ്രേക്കപ്പായി, അതങ്ങ് ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അതിജീവനമാണ് ഈ വീടെന്ന് പറയാം. കാര്യം ഞങ്ങള് എനിക്ക് ജോലിയുണ്ട്, വൈഫ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞങ്ങളെല്ലാം ടൈം കഴിഞ്ഞിട്ട് രാത്രി 9-9:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ വീട്ടിൽ വരും. അതായത് ഒന്നും ഇല്ലാത്തൊരു വീടായത്, വെറും ലിൻഡൽ വാർപ്പായപ്പോഴ് വർക്ക് നിർത്തി. 4 മാസത്തോളം വർക്ക് ഡെഡായിട്ട് കിടക്കുക. അപ്പൊ ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ചിലപ്പോൾ 11-12 മണി വരെയൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെയായിരിക്കും ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ആലോചിച്ച ആ ആലോചന നീണ്ട് അവസാനം പാല് കാച്ചപ്പോ നമ്മളെല്ലാരും വളരെ ഹാപ്പിയാണ്. കാരണം ഇതിപ്പം ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ പ്ലാൻ ചെയ്ത്. മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 3D പ്ലാൻ കണ്ടിട്ട് ഒരു ഫൈനൽ ഔട്ട്പുട്ട് ആയിരിക്കും സാധാരണ കിട്ടാറുള്ളത്. അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ വിമലായിട്ട് സംസാരിച്ചത് മനസ്സിലായത്, തുടക്കത്തിൽ ഇല്ലെന്ന് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഓരോ മുക്കും മൂലയും ഓരോ ഇഞ്ച് വൈസ് വിമല പറയുന്നത് എൻ്റെ ഹൈറ്റിൽ അതിൽ കൂടാൻ 25 അടിയിൽ നിന്ന് കൂടാൻ പാടില്ല, ആ ഒരു കൺസെപ്റ്റിലേക്ക് വരെ എത്താൻ സാധിച്ചു ഇല്ലേ? കാരണം നമുക്ക് വേറെ സപ്പോർട്ട് ഇല്ലല്ലോ. അപ്പൊ ആ കുട്ടികളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരുടെ ഒരു എന്താ പറയുക ഒരു ഡിസ്കഷൻ മാത്രമാണ്. അപ്പൊ അതിന്റെ ഒരു 3D വ്യൂ നമ്മുടെ മനസ്സിൽ വരിക. 3D വ്യൂ വരച്ച് കാണുന്നതിൽ ഇതിന്റെ 3D വ്യൂ നിങ്ങളെ മനസ്സിലായിരുന്നു. കാരണം ഇതിനിപ്പോ ആരെങ്കിലും നമ്മളോട് പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ഇതിന് പ്ലാൻ ഇല്ല. ശരിക്കും ഇതിനൊരു പ്ലാൻ ഇല്ല. വേണ്ടി ഒരു പ്ലാൻ ഒരു എഞ്ചിനീയർ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് എഞ്ചിനീയർ വന്നൊരു സ്കെച്ച് ഇട്ട് കൊടുത്തു എന്നല്ലാതെ ഇത് ആദ്യം സ്റ്റാർട്ടിങ് മുതൽ ഇപ്പം വരെ ഉള്ളതിനകത്ത് അങ്ങനെ ഒരു പ്ലാനോ അങ്ങനെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയല്ല വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും വിമലിനോടായിക്കോട്ടെ മറ്റ് വർക്ക് ചെയ്യുന്ന ടീമിനോട് പറയും, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയും ആ വർക്കിൽ ആൾട്രേഷൻ പറയാനുള്ള ഒരു ചാൻസ് എനിക്ക് വേണം. അതാണ് മെയിൻ എഗ്രിമെന്റ്. അത് ഞാൻ പറയും. ഞാൻ എല്ലാ ആൾക്കാർക്കും ഇന്റീരിയർ ടീമിനോട് ആയാലും ഫ്ലോറിംഗ് ടീമിനോടായാലും സ്ട്രക്ചറൽ ടീമിനോടായാലും ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. കാര്യം ഇത് പ്രീ ഡിഫൈൻഡ് അല്ല, ഇതിനകത്തൊന്നും പ്രീ ഡിഫൈൻഡ് അല്ല. എക്സ്പീരിയൻസ് ഇല്ലാത്ത 3 പേര് ഇദ്ദേഹവും നമ്മൾ മെയിൻ ആയിട്ടുള്ള പർച്ചേസിന്റെ മെയിൻ ആളല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം എടുക്കുന്ന ഡിസിഷൻ
ചിലപ്പം തെറ്റാവാം. അതുകൊണ്ട് ഞാൻ പറയും, ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് കൊടുത്ത് നിങ്ങൾ അത് ഓക്കെ, ബട്ട് പർച്ചേസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയും അത് ആൾട്ടർ ചെയ്യാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് വേണം. അങ്ങനെയാണ് ഞങ്ങളെല്ലാം 3 പേരും കൂടെ ചേർന്ന് പതുക്കെ നമ്മളുടെ ഒരു ഡ്രീം ഹോം. എനിക്ക് ശരിക്കും ഇതിൻ്റെ അകത്ത് പറയാം, പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം, ഈ ഒരു 3 ബെഡ്റൂമുകളും ഇതിൻ്റെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഞാൻ ശരിക്കും നമ്മൾ ഏതൊരു വീട് കണ്ടിട്ടുണ്ടെങ്കിലും ചിലവർ സിംഗിൾ സ്റ്റോർ ആയിരിക്കും, ഒരു ഹൈറ്റിന് എലിവേഷൻ്റെ ഭാഗമായിട്ട് ഡബിൾ ഹൈറ്റ് വെക്കാറുണ്ട്. ജസ്റ്റ് ഒരു എലിവേഷൻ ഫുൾ വോൾ മാത്രമായിരിക്കും. താഴെ 2 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂം, അല്ലെ താഴെ 2, മേളിൽ 1 ബെഡ്റൂം. ഇത് മേളിൽ 1 ബെഡ്റൂം പോലും ഇല്ലാതെ 3 ബെഡ്റൂമും താഴെ തന്നെ ഒരു കൺസെപ്റ്റ്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി വളരെ ഒരു പോസിറ്റീവ്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അടുത്ത ജനറേഷൻ വരുന്ന സമയത്ത് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടൊരു സാധനമുണ്ട്. എന്താണ് അതിലേക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ? ഈ വീട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, വൈഫ് വർക്ക് ചെയ്യുന്നു, മോൻ സ്കൂളിൽ പോകുന്നു. ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വരാറുള്ളത്. വീട്ടിൽ കാണുന്ന ഫ്രീ ടൈം ഈവനിങ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ എന്നാ പറയുന്നത്, മോൻ്റെ ബെഡ്റൂമിൽ സ്റ്റഡി ഏരിയയിൽ പോകുന്നു, ഞാൻ എൻ്റെ സ്റ്റഡി ഏരിയയിൽ പോകുന്നു, വർക്ക് ഏരിയയിൽ പോകുന്നു, വൈഫിൻ്റെ വർക്ക് ഏരിയയിൽ പോകുന്നുണ്ട്. 3 പേരും നമ്മൾ യാതൊരു ഇതുമില്ല, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ മുകളിൽ ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് സ്റ്റേഷൻ, അത് കഴിഞ്ഞ് മോൻ്റെ സ്റ്റഡി ഏരിയ, അത് കഴിഞ്ഞ് വൈഫിൻ്റെ ലൈബ്രറി വർക്ക് സ്റ്റേഷൻ. അപ്പം ഞങ്ങൾ 3 പേര് എന്ത് ചെയ്യുന്ന ഒരു ഇൻട്രാക്ഷൻ, ആ ഒരു ഫുൾ ടൈം കൂടി കിട്ടുന്ന ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ആണ് ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുക. അത് വർക്ക് ആണെങ്കിൽ എല്ലാവരും 3 പേർക്ക് ഒന്നിച്ചിരിക്കാൻ, താഴെ TV കണ്ട് റിലാക്സ് ആണെങ്കിലും എല്ലാവർക്കും. ഇപ്പൊ കിച്ചണിലാണെങ്കിൽ എല്ലാം ഓപ്പൺ അല്ല. മറ്റേ മോനോ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടോ വിളിച്ച് ചോദിക്കണം. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, എല്ലാവർക്കും കാണാം. അത് നമ്മളുടെ ഒരു പ്രൈവറ്റ് സ്പേസും കൂടിയാണ്. അത് ശരിക്കും പുതിയതായിട്ട് വീട് വെക്കുന്നവർക്ക് വളരെ ഒരു, ഈ വീട് മൊത്തത്തിലൊരു സജസ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഒരു ടെക്നിക്കൽ സൈഡ് തന്നെയാണ്. അപ്പം ഇതുപോലെയുള്ള വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുന്നതിനും വാങ്ങിക്കുന്നതിനും കോട്ടക്കൽ സീൽസ് ആൻഡ് റൂഫിങ്സ്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൻ്റെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ്.